തീർത്ത് ഞാനൊരു കാര്യം പറയട്ടാടാ. ഈ കൺസൈൻമെന്റ് എപ്പോഴും കറങ്ങി ആൾക്കാർ വണ്ടി ഓടിക്കുന്ന ആൾ കറങ്ങി വരുവേ. ഈ ഇതുവരെ കൺസൈൻമെന്റ് വണ്ടി ഓടിച്ച ആരൊക്കെയാണ്? ഫസ്റ്റ് കൺസൈൻമെന്റ് ആർക്കാണ് കത്തല്? എടാ മാറി മാറി ഓടിക്കണേ. അടുത്ത് പോകുവാണെങ്കിൽ അടുത്ത ദിവസം അങ്ങനെ എല്ലാരും വരുന്ന രീതിയിൽ മാറി 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 റൗണ്ട് ചെയ്ത് വരുവേ കേട്ടാ. നീയാണല്ലോ കറക്റ്റ് വണ്ടി ഓടിക്കുന്ന ഒരാളെത്തി പറഞ്ഞ ആ ഒരു കറക്റ്റ് സ്വാഗില്. എന്നിട്ട് ഞാൻ ട്രക്കൊക്കെ വണ്ടി അടിക്കണം. ട്രക്കൊക്കെ നിർത്തി ഇറങ്ങി അടിക്കും കേട്ടോ ലാസ്റ്റ്. പറഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ അവൻ ലോറി കൊണ്ട് കുത്തി അടിക്കും. ലോറി നിർത്താൻ പാടില്ല ഡസ്ട്രോ. നിനക്കിനി അവസാനം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കളിക്കണ ഗോകു വണ്ടി ഹലോ. ഇല്ല 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 ആരും മനസ്സിലായില്ല. ഓക്കെയാണ്, നീ ഇറങ്ങി ഇറങ്ങി. എടാ ഓക്കെ. എടാ ഗോകു മറ്റേ റെഡ് ലൈൻ എടുക്കലെന്ന് പറഞ്ഞ ഓൺലി മെയിൻ റോഡ്സ് മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. റെഡ് ലൈൻ നീ മാപ്പ് ഓക്കെ. കുഞ്ഞ് റോഡുണ്ടാ മറ്റേ ലൈക്ക് ഓഫ് റോഡ് കയറ്റാൻ പറ്റത്തില്ല. ഓൺലി മെയിൻ റോഡ്സ് എന്നാ പറഞ്ഞത്. എത്തിക്കേണ്ട ഇവിടെ കിടന്ന് ഇറങ്ങിയാൽ അവര് വന്നോളൂ. വീഡിയൊക്കെ വന്നോളൂ. വാ വാ. എടാ ഗോകു നിനക്ക് കുത്തി കടിച്ചു ഇപ്പൊ വരും. കുത്തമല്ല ഇപ്പൊ കുത്തി വണ്ടി കയറി. എല്ലാത്തിനും കുത്തി അടി. ഒരു ഡൗൺ അയ്യോ കൊണ്ടോടാ വണ്ടി. നിർത്തിയിട്ടുണ്ട്. ഫൈറ്റ് എടുക്കുന്നല്ലോ. മാർക്കില് ഇവിടെ കുത്തിയാ മതി. ഇവിടെ കുത്തിയാ മതി. കുത്തി ഇവിടെ കുത്തിയേ. കുത്തിക്കോ ഒരു പ്രശ്നം. മാറ് ഇവിടെ വീടിന്റെ മണ്ടയ്ക്ക് ഇതിന്റെ മേളില് എല്ലാത്തിനടി ഇവിടെ അത്ര ലാസ്റ്റ് അടുത്ത കളിച്ചാ
ഓടി ഓട്ടം കണ്ടാവേ. ഇതാണ് പറഞ്ഞത്, ഇതാ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ, എല്ലാ ടീമും ഇത്രേ ഉള്ളൂ. Nice, nice, nice. Well played team, well played team. Okay, nice. വണ്ടി ഓടിച്ചേ കേട്ടോ. നമ്മുടെ 2-3 പേര് കത്തിയെന്ന് കേട്ടോ. കത്തിപ്പോയി. നമ്മള് മൂട്ടിക്കൊണ്ട് കുത്തി ഒരു വണ്ടി വൈപ്പ് ചെയ്തു. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞു അങ്ങനെ കളിച്ചാ സീറ്റ് ഒരു വണ്ടി വൈപ്പ് 4 കില്ല. നമ്മുടെ നല്ല ആംഗിൾ ആയിരുന്നില്ലേ? സെറ്റ് ആംഗിൾ ആയിരുന്നു. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. എടാ മദാര യെല്ലോ ചാറ്റില് മദാര യെല്ലോ ചാറ്റില് ഗോഗു വെൽ പ്ലേഡറാ. ഡാർക്ക് ചാറ്റ് എനിക്കില്ല, യെല്ലോ ചാറ്റ് ഇട്ടെല്ലാം മതി എന്നല്ലേ പറഞ്ഞേ. എല്ലാ ചാറ്റും ഇല്ലേ? കോച്ച് എത്തി, ഡെസ്ട്രോ ഈ മാൻഡറൊക്കെ എവിടെ കൊണ്ട് കൊടുക്കണം? കോച്ച് കഴിഞ്ഞു കേട്ടാ, കളിയെല്ലാം കഴിഞ്ഞു. കോച്ച് എത്ര കുറെ പിക്ക് കിട്ടിയത് കേട്ടല്ലോ കോച്ച്. മന്ദാരത്തിന് ഇറക്കി വിടും, ജിയറി മേടിച്ചു വിടും. ഞാൻ ഇതാക്കിട്ടില്ല, എന്റെ ഇത് പോയി ഫുള്ള് സൈനിങ് ചെയ്തെല്ലാം പോയി. ഗ്യാങ്സിലോട്ട് പോകാൻ പറ്റില്ലേ? അവന്മാരിട്ടില്ലല്ലോ. പീടിയിടണ്ടേ? പീടിയിടുന്നവരെ എനിക്ക് ട്രക്ക് ഒന്ന് വെട്ടിക്കണം തോന്നും. എന്തിനു ഓടിക്കാൻ? മാത്രല്ലേ ഉള്ളൂ. എടാ നീ എവിടെ പോന്നു? ആ മദാര ഒന്ന് പൊങ്ങി. എടാ മദാര പൊങ്ങിയില്ലല്ലേ? മദാര ഈ ഡെഡ് ബോഡിക്ക് എങ്ങനെ പൊങ്ങൂടാ? നമ്മുടെ EMS വരുമോ ഇപ്പൊ? എന്നാ തെണ്ടി അടുത്തൊന്ന് റെഡി കയറാൻ പറയാണെന്ന്. അതിന് അവൻ ഗാംഗോസ് ഉണ്ടാവൂലേ ആള്? എടാ വെയിറ്റ് ചെയ്യാ, ഇനി മിസ്ട്രക്ഷൻ കൊണ്ട് കൊടുക്കണ്ടേ നമ്മളിത്? നമ്മൾ ആരും ഡൗൺ ആയില്ലേ? 3 പേര് കത്തി. സാവേജ്, ഡെസ്ട്രോ, കോച്ച്, മന്ദാരം മാത്രമേ മരിച്ചോളൂ. ഇപ്പൊ എവിടെ കൊണ്ട് കൊടുക്കണം ചന്ദ്രൻ? വെയിറ്റ് ചെയ്യടാ, ഒന്ന് വെയിറ്റ്. എടാ നീക അവിടെ മദാരത്തിന്റെ ബോഡി വന്നിട്ടുണ്ടോ നോക്കിയേ ഗ്യാങ്സിന്റെ അകത്ത്. ഞാൻ ഇപ്പം റേഡിയോക്കകത്ത് കോള് വിളിക്കണ ഡൗൺ വിളിക്കൂലേ? അതിപ്പോ വിളിക്കുന്നേ ഇല്ലടാ, ഞാൻ മറന്നു. അത് എടാ നമുക്ക് ഡൗൺ വിളിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ലടാ, അടിച്ചാ പോരെ ഫ്രണ്ട്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോ എല്ലാവർക്കും ഇതല്ലേ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ വിളിച്ച് ശീലിച്ച വേറെ പ്രശ്നമുണ്ട്. ഈ റേഡിയോ ഡിലേ വരും. മദാരയുടെ ബോഡി എവിടാ? മന്ദാരത്തിന്റെ ബോഡി ഉണ്ട്. മദാര എടാ എടാ ഞാൻ ഡാർക്ക് ചാറ്റിൽ ഇല്ലടാ. മറ്റേ ലൈക്ക് എന്റെ പോയി യെല്ലോ ബിൽ ഇട്ടാൽ മതിയോ? കേട്ടില്ല. ഓക്കെ മുമ്പിൽ ഇപ്പൊ 4 പേരൊക്കെ ഉള്ളപ്പോ നമുക്ക് വിളിക്കാൻ സമയം കിട്ടുമല്ലോ. 4 പേരൊക്കെ വന്നിട്ട് 4 ഡൗൺ എന്ന് പറയണം അല്ലേ? അത് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ 4 ഡൗൺ പറയാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ മന്ദാബിനെ കൊന്നല്ലോടാ. TV ഒന്ന് പുറത്തുനിന്ന് എന്തിനാ Sir X call
PVA please. ആ ഇനി എന്തൊരു എടാ ഈ എടാ ഒന്ന് മതാരം നിട്ടാ എനിക്ക് ഇതിൽ ഇട്ടേടാ എല്ലാം ഇതിൽ എനിക്ക് എന്തിനൊക്കെ കാണിക്കണം അതിൽ. പോയാലോ? കേട്ടില്ല. പോയാലോന്ന് ഞാനിപ്പോഴും ഈ മാപ്പിൽ നിൽക്കണുള്ളൂ കേട്ടോ. ഞാൻ അപ്പുറത്ത് എത്തിയിട്ട് ഇറങ്ങാം. ഓ താങ്കൾ പറയുന്നല്ലോ പടാ വല്ലപ്പോഴും അടി നമ്മൾ മറന്നു. ചന്ദ്ര 2030 പോവാ. ഹലോ. ആ ഓക്കെ 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 അത് എവിടെയായിരുന്നു? സാൻഡി എയർഫീൽഡ് മറ്റേ എടാ വാ സാൻഡി എയർഫീൽഡ് എടാ. ഗ്രേപ്പ് സീഡ് എയർഫീൽഡ്. ഗ്രാബ് സീഡ് എന്നാണ്. ആ 2030 അല്ലേ? 2030 യാ. മൈൻഡേ ചെയ്തല്ലേ കോച്ച് 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 പറ പറ എന്നാ തിരിച്ച് ഫസ്റ്റ് സ്റ്റാർട്ട് ആക്കണമോ? എന്നെ ഒന്നും കൂടെ തുടങ്ങണോന്ന്. നമ്മളെ ജയിച്ച് ഇനി എതുക്ക് വീണ്ടും റീസ്റ്റാർട്ട് പண்றே? ரெடியா இல்லையா அவங்க? திருப்பி ரீயோஸ்டா. வேற ഇറങ്ങി നമ്മളല്ല. ഇനി റീ വേണമെന്നാ. കോച്ചിന് വയ്യടേ. ആ വണ്ടി എടുത്തിട്ട് വാ. കോച്ചിനെ കളിക്കാൻ. അതായത് 1 മണിക്കൂർ 1-2 മണിക്കൂർ ആൾ ഫുൾ പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഇയാള് മെന്റലായി. എന്റെ തിരിയുന്നില്ലടാ. കേട്ടില്ല ഇറങ്ങുവാണോ? ഓ അങ്ങനെ അയ്യോ ഞാൻ ചെയ്യാൻ നോക്കിയല്ലേ? സ്കില്ല് കാണിക്കാൻ നോക്കിയത്. ട്രക്കൊക്കെ വരുവാടാ. അടങ്ങടാ അടങ്ങ്. ഭയങ്കരമായിട്ടിരുന്ന് പഠിപ്പിക്കുന്നുണ്ടേ. RP പഠിപ്പിക്കുന്നുണ്ടേ. നിർത്തണേ ഈ സ്വഭാവം നിർത്തണേ. എന്റെ വായിക്കണ കേക്കുവേ, നല്ലോണം കേക്കുവേ എന്റെ വായിക്കണേ കേട്ടാ. എടാ ട്രക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ. അഡ്മിൻ കളിക്കുവാങ്ങ് കൊറേ അപരാധികള്. അപരാധികൾ ഒരു കത്തിയുടെ പോകും. ഹലോ ചന്ദ്ര ഇത് ശരിയല്ല കേട്ടോ. എന്ത്
എനിക്ക് റോക്സത്തിൽ ഇവിടം വരെ എത്താനുള്ള സമയം തരണം നിങ്ങള്. അല്ലാതെ ശരിയാവത്തില്ല. നമുക്ക് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ നമ്മളായാലും അങ്ങോട്ട് അടിച്ചോളാം. നമുക്ക് ഗണ്ണ് കിട്ടിയാൽ മതി. ആ ഒരു ഇതേ ഉള്ളൂ. ഓൾ ഗുഡ് ആണ്. നിങ്ങളുടെ ഫാമിലി സൈഡിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല എല്ലാരും ഓക്കെയാണ്. അപ്പൊ ഞാൻ ഈ 2 വണ്ടിക്കകത്തായിട്ട് നിങ്ങൾ അസറ്റ് വെച്ചിട്ടുണ്ട്. കേക്കുന്നില്ല സൗണ്ട് ഷൗട്ട്. 2 വണ്ടിക്കകത്തായിട്ട് അസറ്റ് വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിക്കകത്ത് 61 ഗണ്ണും ഒരു വണ്ടിക്കകത്ത് 9 ഗണ്ണും 7000 പോഷൻ ബേസും വെച്ചിട്ടുണ്ട്. ഓക്കെ ടിവി ട്രക്ക് ഉണ്ടോ? യെസ് ഓക്കെ. നമ്മള് കോഡ് വെച്ചേക്കുന്നത് ഇൻ കേസ് ഫാമിലിയുടെ ഹെഡ് മീറ്റിംഗിന് ഒന്നാള് വരാൻ പറ്റത്തില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് വരുമെങ്കിൽ അവരെ ഐഡന്റിഫൈ വേണ്ടി വെച്ചേക്കുക. ഇതിപ്പോ ചന്ദ്രൻ വന്നോണ്ടാ സീനില്ല, അതുകൊണ്ടാണ് ഈ ട്രക്കായിട്ട് കൊണ്ടുപോക്കാൻ. എന്നിട്ട് അസറ്റ് എടുത്തിട്ട് ട്രക്ക് കളഞ്ഞിരുന്നാ മതി വെള്ളത്തെല്ലാം. ഓക്കെ മിസ്റ്റർ എക്സ്. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത കൺസൈൻമെന്റ് ആണ്. പിന്നെ ടർഫിന്റെ ഇതും ഉടനെ കാണാം. താങ്ക് യു. എടാ വണ്ടി എടുത്തിട്ട് ലോല. കൺസൈൻമെന്റ് വണ്ടി വെയിറ്റ് ചെയ്താ ലോലൊന്ന് വെയിറ്റ് ചെയ്തേ. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വെയിറ്റ് ചെയ്തേ. ഫ്രണ്ടിൽ നിന്ന് വണ്ടി. വാ അല്ല ഒരുമിച്ച് പോകാൻ പറഞ്ഞു. പോ ഇനി ചെല്ല് ഈ 2 വണ്ടി അങ്ങ് അടിച്ചാലാ. ലോലിറ്റി പോയിന്റ്സ് അടങ്ങ്. முதுக்குல இருக்குண்டா. ഹലോ പാട്ടല്ല ബോർഡിങ് നല്ല പാട്ട്. ഈ പാട്ട് തന്നെയാണോ അത്?
പെട്രോൾ ഇല്ല അവിടെ പോണം. കഴപ്പ് കസൂപ്പ് എടാ പെട്രോൾ ഞാൻ തരാം പെട്രോൾ അടിക്കാൻ ചാടണ്ട വെയിറ്റ് കേറൂല കുടുങ്ങിയ അടിക്കാൻ പറ്റുമോ? ആ വെയിറ്റ് ഞാൻ തരാം എന്നാ ഇതിൽ പെട്രോൾ ഇടല്ലോ അല്ല കുഴപ്പമില്ല ഗാങ്സ്റ്റർ എത്തുമായിരിക്കും. എന്താ ഇതാ ഇത്ര കൂടെ അടി അല്ലെ നീല നിർത്തുന്നിട്ട് ഗ്യാങ്സിന് ഞാനും വരുന്നേ ഇറങ്ങുവാണോ? അയ്യോ ഗ്യാങ് ഹൗസിലോട്ട് ആരെങ്കിലും വന്ന ബാക്കിയുള്ളവർ വന്നിട്ട് വണ്ടി ഈ ഗൺസൊക്കെ എടുത്ത് വെച്ചാ ആരുണ്ട് പിന്നെ പുറത്തിട്ടത്? എടാ ഗ്യാങ് ഹൗസിനകത്തൊരു പോലീസ് വണ്ടി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് ഹൗസിന്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വണ്ടി യൂസ് ചെയ്ത ഉപയോഗിക്കാം പോലെ. ഇല്ല ഇല്ല ഓ അതാണ് പുറത്തെടുത്തോണ്ടിരിക്കല്ലേ. എന്നാ 50 കോടിയാ ഫൈന്. ഒരു മിനിറ്റ് ആ മകനെ നല്ല മനസ്സടാ നിന്റെ. നിനക്ക് ആരാ സ്നേഹമില്ലെന്ന് പറഞ്ഞേ? ആ എന്നാണ് താങ്ക് യുടാ താങ്ക് യു. ചന്ദ്രു നമ്മുടെ ഡ്രസ്സിനൊക്കെ ക്വാളിറ്റി ഇവന്റെ ഡ്രസ്സിന് താങ്ക് യുടാ താങ്ക് യു താങ്ക് യു. ആ ചോക്ലേറ്റ് ബാർ 10 എണ്ണോ? ഇത് പുഴുക്കും. ഇതെവിടെന്ന്? ഇതെന്താ കോമ്പസ് ചോക്ലേറ്റ് ആണെന്ന് കിട്ടിയത്. കാൻഡി കോൺ ഇതെല്ലാം ആര് അലിന് തന്നെയാണോ? അമ്മ മാത്രല്ല എന്തിനു വേറെ പലരും കൊടുക്കുന്നുണ്ട്. ഓക്കെ 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 ഞാൻ താങ്ക് യു സൊന്നത് പറ കേട്ടോ. എനിക്ക് അത്ര ക്രിഞ്ചാവാനൊന്നും പറ്റൂല. ഇതങ്ങ് പറഞ്ഞാൽ മതി. ആ ഇല്ല 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 അതൊന്നും പറ്റൂല. അന്ന് എനിക്ക് അങ്ങനെ ഇല്ല 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 അതൊന്നും പറ്റില്ല പൊടാണ്ട് എന്റെ ഫോൺ. ആ താങ്ക് യു. നല്ല പയ്യല്ലേ ചന്ദ്രു? നല്ല പയ്യ എന്റെ മോനായിട്ട് പറയാനില്ല. ചെറുക്കൻ
அப்ப மாடியில வந்து சுப்பிரமணி இருக்கான். உனக்கு ஏதா பிரச்சனையாப்பா? யார் சுப்ரமணி எங்க? மாடியில் தான்ப்பா இருக்கான். മാടിയിൽ പോയി മാടിയിലൊന്നും വെക്കാൻ പറ്റില്ല. നിന്റെ സുബ്രഹ്മണ്യം കൊണ്ട് വെളിയിൽ പോയി താമസിച്ചിട്ട് പോ. அப்ப ப்ளீஸ் സൂര്യങ്ക സുബ്രഹ്മണ്യം വെച്ചതിന് ശേഷമാണ് കുറച്ച് പ്രശ്നങ്ങൾ അധികം ഉണ്ടായത്. നീ വണ്ടി തുറ. അതല്ല ഇത്. இந்த வண்டியில போலாமா? ആ കേറ്. சிங்கிள் சீட் தான். ആ நீ தான் ക്വാളിറ്റി ടൈം. എടാ എടാ ഞാൻ ഇറങ്ങുന്നടാ. ഗൺസ് ലോലിന് എടുത്ത് വെക്കണേ. എടുത്ത് വെക്കുമല്ലോ. വാ ഇതാര്? ചന്ദ്രി പോയോ? ഇല്ല ഞാൻ ഇവിടെ പുറത്ത്. SRK ആ ഗണ്ണിന്റെ കൗണ്ടൊക്കെ നോക്കിയേ. ടോട്ടലാണ് മൊത്തം കണ്ടല്ലേ? ആ എടാ ഞാൻ ഇത് എന്നോട് ഒരു ഡ്രീം വീടാണിത്. ഈ ഫ്രണ്ടിലുള്ള വീട്. ഇന്ത സിറ്റിയിൽ വന്ന നാൾ തൊട്ട് എൻ്റെ ആഗ്രഹമാണ് ഇന്ത വീട് പണിയണം, ഇവിടെ ചെയ്യണമെന്ന്. ഇവിടെ പണിയണം. അപ്പോൾ ഈ വീട് പണിയാണെങ്കിൽ ഇവിടെ നിനക്ക് താമസിക്കാം, നീ പണിയാണെങ്കിൽ. ഹലോ, சரிப்பா. എൻ്റെ ഡ്രീം എന്നാന്ന് தெரியுமா? என்ன? இங்க வா. அந்த ட்ரீம்ல ஒரு பிக்சர் இருக்கு. ചന്ദ്ര എവിടെ? അല്ലെ ഞാൻ ഗ്യാങ് ഹൗസിന്റെ അടുത്തുണ്ട്. നോക്കിയാ ഇതാ എന്നോട് ആ ഡ്രീം, ആ ഒരു ഓർമ്മ. ഒരു മിനിറ്റ്, എനിക്ക് ഇപ്പടി നിന്നിട്ട് ഇങ്ങനെ സ്മോക്ക് പണ്ണണം. ഇങ്ങ നിന്നിട്ട് ഇതാ എന്നോട് കനവ്. പക്ഷെ എനിക്ക് ഇപ്പൊ വന്ന പോലെ വരണ്ട, ഇതിന്റെ അകത്തൂടി വരണം വീടിന്റെ. அப்பா मंथली 5k only பா. ஜிபே பண்ணிரு. 5k யா? അപ്പൊ നീ അവിടെ മറ്റേ ആ കടത്തിനുള്ളിൽ കടന്നു തന്നെ വളർന്നാ മതി കേട്ടാ. എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അലിയിലേക്ക് എന്നാ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ ഇന്റീരിയർ ഒക്കെ ഉണ്ട്. നോക്കിയേ, നോക്ക് ഇവിടെ ഇന്റീരിയർ ഒക്കെ ഉണ്ട്. നോക്കി உள்ள போக முடியாது. நான் எல்லாமே விசாரிச்சிட்டேன் இத பத்தி. அவங்க என்ன சொல்றாங்கன்னா ഈ വീട് ഇത് ഫുള്ളാ എടുത്ത് കളയിക്കணும்னா அது ரொம்ப பிரச்சனை. ഇതേ വീട് മോഡലിൽ ഒരു വീട് കെട്ടണം. എന്താ അപ്പൊ ഇതേ മോഡലിൽ വീട് കെട്ട്. ഓക്കേ, ഇറങ്ങുവാണ്. ഇത് എന്നോட വീടുതാ. പക്ഷെ ഞാൻ പണം கராஜ் ഒക്കെ இங்க கராஜ் வண்டி பார்க் பண்றதுக்காக ஒரு கராஜ் இங்க வேணும். ஓகே, வீட்டுக்குள்ள உனக்கு எத்தனை ரூம் வேணும்பா? வீட்டுக்குள்ள ஒரு ரூம் ஆயிലും போதும். போதுமா? டாய்லெட் ഉണ്ട്, അറ്റാച്ച്ഡ് വേണമാ? ബാത്റൂം അറ്റാച്ച്ഡ് വേണം നിർബന്ധം. മസ്റ്റ് അറ്റാച്ച്ഡ് ആയിരിക്കണം. അത് നിർബന്ധം. அதுக்கப்புறம் ഫ്രിഡ്ജ് എല്ലാം വേണമാ? ഫ്രിഡ്ജ് വേണ്ട കുഴപ്പമില്ല. അപ്പുറത്ത് നമ്മുടെ വീടുണ്ടല്ലോ, ടിവിയുടെ ഗ്യാങ് ഹൗസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോയി ഇഷ്ടമുള്ളത് കഴിക്കാം. പ്രശ്നമില്ല അത്. ஓகே, வேண்டி வீடு செட் ஆக்கிடலாம். ஓகே வெரி குட். இந்த ஸ்தலத்துல என்ட்ரியில் போடாம இப்படியே உள்ள ஏறனா உனக்கு என்ன பிரச்சனை உண்டா? என்ன? இந்த ஸ்தலம் இருக்குல்ல, இது அப்படியே தான் இருக்கும். முன்னாடி மட்டும் ஒரு இது இருக்கும். அப்படியே அதுக்குள்ள ஏறனா பெரிய வீடு மாதிரி இருக்கும். എനിക്ക് അതുക്കുള്ള ഏറിട്ട് എനിക്ക് அந்த ബാൽക്കണി നിൽക്കണം. ഞാൻ ഇപ്പൊ നിന്ന മാതിരി அந்த ബാൽക്കണി എനിക്ക് കിടക്കണം. അതാ എനിക്ക് കനവേ അതാ. அந்த ബാൽക്കണി നിൽക്കണം എനിക്ക്. ഓക്കേ, നിക്ക് വെച്ചല്ലപ്പാ. എന്ത് ഇവിടെ ആരാ? ഇതാ யார் எப்படி சொருகனா? ഇതാരാ ഉള്ളിട്ട്? ഞാൻ ഗസ് ചെയ്യട്ടാ. നീഗൻ സൂര്യ ബൈ ഞാൻ പോറേ. സാറേ സോറി, കണ്ടില്ല. നീഗൻ ചത്ത്.
എടാ പണ്ടാരക്കാല എടാ നിന്റെ അടുത്ത് ആരടാ പറഞ്ഞ നീക ഇത് ചാടിച്ചാവാൻ ഇങ്ങനല്ല ഇത് സാറേ ഇതാ ബോഡി ഇതാ ആള് സാറിന് അറിയാണ്ട് പറ്റിയേ പിന്നെ என்ன பிரச்சனை டாக்டர் எங்க அப்பா இதெல்லாம் வச்சுக்காத போட்டு தள்ளிடுவாரு பாத்துக்கோ இதான் உன் பிரச்சனை ഡാടാ ഡാ പോടാ അവന്റെ കഥ இங்க பாரு பீடியை தான் போடுவேன்னு நினைச்சியா கன்சைன்மென்ட்ல பீடி போடுற ஆஃபர் டி எங்க அப்பாக்கு பீடி போட்டதுனால டேய் போடா போட்டாரு പോടാ സാറേ സോറി ഏട്ടാ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറ്റിയാണ് സാറിന് രക്ഷിക്കാൻ ആരും Mm-hmm.